അതിമനോഹരമായ കിച്ചൺ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൽ 3 ലൈറ്റിംഗ് ആണ് നമ്മൾ കൂടുതൽ കൊണ്ടുവന്നേക്കുന്നത്. ഒന്ന് നോർമൽ ലൈറ്റിംഗ്, ആംബിയൻ ലൈറ്റിംഗ്, ടാസ്ക് ലൈറ്റിംഗ്. ഞാൻ ഇത് 3 എന്താന്ന് പറഞ്ഞുതരാം. വളരെ നല്ലൊരു ഇന്റീരിയർ ചെയ്തത് കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ലൈറ്റിംഗ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സീലിംഗ്സിൽ ഇതുപോലെ പ്രൊഫൈൽ ലൈൻസുകൾ കൊടുത്തിട്ടുണ്ട്. ലൈൻസിൽ കൊടുത്തു. ഇതിപ്പം കിച്ചണിൽ ഇട്ടിരിക്കുന്ന നോർമൽ ലൈറ്റ്സ് ആണ്. നോർമൽ ലൈറ്റ്സിൽ ഒരു ട്യൂബും അല്ലെങ്കിൽ ഒരു ബൾബ് മാത്രമേ ലൈറ്റിംഗ് ആകത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് ഇരുട്ട് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ടാസ്ക് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും ചോപ്പ് ചെയ്യുകയോ കുക്ക് ചെയ്യുകയോ ഒക്കെ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വെട്ടം കിട്ടുകയും ചെയ്യും. അപ്പം ഈ നോർമൽ ലൈറ്റിനെ മാറ്റിയിട്ട് നമുക്ക് ഈ ടാസ്ക് ലൈറ്റ് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കുകയും ചെയ്യും. കുറച്ചുകൂടെ കിച്ചൺ നല്ല രീതിയിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണുകയും ചെയ്യും. ലൈറ്റ് ഇതെന്ന് പറയുന്നത് ടാസ്ക് ലൈറ്റും നോർമൽ ലൈറ്റ്സും ആംബിയൻസ് ലൈറ്റും ആയിട്ട് ഉള്ള ഒരു കോംബോ ആണ്. അതുകൊണ്ട് നമുക്ക് ഇന്റീരിയറിൽ വരുമ്പം നന്നായിട്ട് നല്ലൊരു ലൈറ്റ് കിട്ടുകയും ചെയ്യും. കിച്ചൺ നല്ല വളരെ മനോഹരമായ ഒരു രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. കൂടാതെ എല്ലാ സ്ഥലത്തേക്കും ലൈറ്റിംഗ് ഡിസൈനിങ്ങിൽ നമ്മളിത് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം ലിവിംഗ് ഏരിയ ആയാലും ഡൈനിങ് ഏരിയ ആയാലും ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്ത് തന്നെ നമുക്കത് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ലൈറ്റിംഗ് ഡിസൈനർ ഞാനാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് കുറച്ച് ആംബിയൻസ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യണമെന്നാണ്. സാധാരണ വീടുകളിൽ ഫാൾ സീലിംഗ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആംബിയൻസ് ലൈറ്റ് കൊടുക്കുന്നത്. പക്ഷേ റിനോവേറ്റഡ് ഹൗസസിൽ നമ്മൾ സീലിംഗ് കൊടുക്കുന്നതിൽ നമ്മളെതിരാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, കുറച്ച് ചെറിയ ലൈറ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഈ റൂം ഫുള്ളായിട്ട് ലൈറ്റ് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നുണ്ട്. അത് ഈ വെർട്ടിക്കലും ലീനിയർ റൈറ്റ്സും ഉള്ള ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് എല്ലായിടത്തും ഒരേ രീതിയിൽ ലൈറ്റ് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നു. ലൈറ്റിംഗ് ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഇതിൽ മെയിൻ ആയിട്ട് 3 പേരുടെ സഹായമാണ് ആവശ്യമുള്ളത്. കുറച്ച് ആർക്കിടെക്ചറിന്റെ ബുദ്ധി വേണം, കൂടുതലായിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന്റെ ബുദ്ധി വേണം. അത് കൂടാതെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ ബുദ്ധിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ലൈറ്റിംഗ് ഡിസൈൻ സക്സസ്ഫുൾ ആക്കാൻ പറ്റത്തുള്ളൂ. പഴയ വീടിന് പുതിയ മുഖം. റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും, അത് കൂടാതെ കർണാടകത്തിലും വിശാഖപട്ടണത്തും ഉണ്ട്. നന്ദി ആർക്കിടെക്ചർ.